കേരളത്തിലെ സെന്റ് മേരീസ് കൊറോന പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു അനിഷ്ട സംഭവത്തെ തുടർന്ന് അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ +2 വിദ്യാർത്ഥികളായ ഈരാറ്റുപേട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ഫോട്ടോഷൂട്ട് ചില അനാരോഗ്യകരമായ നാടൊക്കെ അപലപിച്ച ഒരു കാര്യത്തിലേക്ക് പോവുകയുണ്ടായി. അതിനെ തുടർന്ന് 17-18 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ഈ നാട്ടിലെ പോലീസ് ചില ജനപ്രതിനിധികളും ചില പുതിയ മിത്രങ്ങളുടെയും പ്രേരണ കൊണ്ട് ത്രിലോത്സവം അടക്കമുള്ള വകുപ്പുകൾ ചെലുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇത് ഒരു ക്ലാസ്സിലുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അത് തെരഞ്ഞുപിടിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ട 27 പേരിലേക്ക് ചാർജുകൾ എത്തിയെത്തുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈരാറ്റുപേട്ട 2 സർവകക്ഷി യോഗങ്ങൾ കൂടി. ഒന്ന്, അരുവിത്ര പള്ളി വികാരി അടക്കമുള്ള സഹോദര മതസ്ഥരായ ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ചാർജുകൾ 17-18 വയസ്സുള്ള കുട്ടികൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതകൾ അറിയാവുന്നതാണ്. അത്തരത്തില് ഉണ്ടായൊരു സംഭവം, ഒരു വധശ്രമമൊക്കെ ഇട്ട് എന്റെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ 27 കുട്ടികൾ നിരത്തുനിന്ന് മൂത്രമൊഴിച്ചാൽ അത്യാവശ്യം ഒഴുകി പോകാവുന്ന രീതിയിൽ ഈ സംഭവത്തിൽ എന്ത് പരിക്കാണ് ബന്ധപ്പെട്ട പുരോഹിതന് പറ്റിയിട്ടുള്ളതെന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അതൊക്കെ നീതി ന്യായ വ്യവസ്ഥയിലൂടെ കേരളത്തിന്റെ നിയമവ്യവസ്ഥ പരിപാലിക്കപ്പെടുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ഈരാറ്റുപേട്ട ചേർന്ന സർവകക്ഷി യോഗം ഇതൊക്കെ ചർച്ച ചെയ്യും. അവിടെ ഉണ്ടായ വെളിപ്പെടുത്തലൊക്കെ ഏറിലുള്ളതാണ്, നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രചാരണത്തിനെതിരെ വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്നും ഓൺലൈനിൽ സജീവമായി നിൽക്കുന്ന നിരവധി മാധ്യമങ്ങൾ, കാസയുടേത് അടക്കമുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ, ക്രിസ്ത്യൻ പാതിരിമാരുടെ വീഡിയോകൾ അടക്കം വലിയ തോതിൽ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ഇന്നും സുലഭമാണ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഒരു കേസും ഉണ്ടായിട്ടില്ല. ഇത്തരം സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയും ഈ കുട്ടികളുടെ പ്രായം കണക്കിലെടുക്കണമെന്നുള്ളൊരു പൊതുവികാരം രൂപപ്പെടുകയും ഈ സംഭവത്തെ ഒട്ടുക്ക് അപലപിക്കുന്ന സാഹചര്യത്തിലും ഈ 307 എന്നത് ഒരു അനീതിയാണ്, അത് സമീപകാല രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിൽ പോലും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ വലിയ വിവേചനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോട്ടയത്തിന്റെ ചുമതലയുള്ള മന്ത്രി വാസവനും പിന്നെ ചേർന്ന് കോട്ടയം കളക്ടറേറ്റിലൊരു സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം ചേരുകയും അതിൽ നവാസ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത അവിടെ ഈ വിഷയം സംബന്ധിച്ചൊരു പുനരാലോചന ഉണ്ടാവുകയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്വയം സർക്കാരിനടക്കം ബോധ്യപ്പെടുകയും അത് പൊതുസമൂഹത്തോട് തുറന്നു പറയുകയും ഈ വധശ്രമം പിൻവലിക്കുകയും അതനുസരിച്ച് കുട്ടികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ നിലവിലുള്ള ഒരു പ്രശ്നം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയക്കാരാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, നാടിന് അസമാധാനവും അസഹിഷ്ണുതയും വിവേചനവും ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്, പ്രത്യേകിച്ച് ഭരണ കക്ഷി രാഷ്ട്രീയക്കാരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനെ ആകെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയായി മാറുകയാണ്. ക്രിസ്ത്യൻ മുസ്ലിം സാഹോദര്യം ഉണ്ടാവണമെന്ന് ഉള്ള വലിയ ആഗ്രഹം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ആ ആഗ്രഹത്തെ തകർക്കുന്ന രീതി ഇന്നൊരു പ്രസ്താവന ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്കുള്ള വലിയ വേദന, അത് കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കും എന്നുള്ള ആ വലിയ ഉത്കണ്ഠയും ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യമാണെന്നും നമുക്കറിയാം. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തില് ഒരു പ്രസ്താവന നടക്കുമ്പോൾ അത് കേരളത്തിന്റെ ദീർഘകാല സാഹോദര്യത്തിന് വലിയ ഒരു ആഘാതം ഏൽപ്പിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ ജനസമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഇതിനു മുമ്പും ഇത്തരത്തിൽ സാമൂഹ്യ സാഹചര്യങ്ങൾ വഷളാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് വരുന്നത് അപലപനീയമാണ്. നമുക്കറിയാവുന്ന പോലെ പൂഞ്ഞാറിലാണ് കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വംശീയമായിട്ടുള്ള വിദ്വേഷ പ്രചരണം
ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരുതരം ഹൈനകളുടെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് സമുദായമടക്കമുള്ള ആളുകൾ വലിയ വേദനയിലാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരായിട്ടുള്ള വലിയ ജാഗ്രത ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഷ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയും എന്ന വലിയ ഉത്തരവാദിത്തത്തിലുള്ള പിണറായി വിജയൻ കടമെടുക്കുന്നത് ഒരു നാടിന്, CPM എന്ന പാർട്ടിക്ക് ഒന്നും ഒട്ടും യോജിക്കുന്ന ഒരു കാര്യമല്ല. അക്കാര്യത്തിലുള്ള ഞങ്ങളുടെ വലിയ വേദന നാടിനെ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ട സംബന്ധിക്കുന്ന ഒരു പോലീസ് റിപ്പോർട്ട്, ഒരു ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അതിനുമേൽ അടയിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളത്. ആ റിപ്പോർട്ട് പിൻവലിക്കുന്നത് സംബന്ധിച്ച് ചില രാഷ്ട്രീയ പ്രസ്താവനകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ വരുന്നുമുണ്ട്. ഇത്തരത്തിലൊക്കെ ഒരു ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കുടപിടിക്കുന്നത് അത്യന്തം വിമർശന വിധേയമാക്കാൻ ഒരു പൊതുസമൂഹം മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന്റെ സാഹോദര്യം തകർക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ മീഡിയ അടക്കം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളടക്കം മുന്നോട്ട് വന്ന് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രസ്താവനയ്ക്ക് അടിസ്ഥാനം പറയപ്പെടുന്നത് പ്രതിപക്ഷങ്ങളുമായി നടത്തിയ മീറ്റിംഗിൽ ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞെടുപ്പിച്ച് അറസ്റ്റ് ചെയ്തിരുന്ന ഒരു ആശങ്ക ആ യോഗത്തിൽ ഉണ്ടായപ്പോഴാണ്. ആ സംഭവത്തിനകത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട സംഭവം പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആദ്യം കേസുമായി ബന്ധപ്പെട്ടുള്ളൂ. അത് ആ പ്രചരണമാണ് ഈ വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അവിടെ ആ പ്രശ്നത്തിൽ പങ്കെടുത്ത ആളുകളല്ലാതെ പുറത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥികളോട് പഠിച്ച മറ്റിതര മതത്തിൽപ്പെട്ട പിള്ളേരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് രീതിയാണ്? അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, ഒരു ക്ലാസ്സിലുള്ള കുട്ടികളാണ് പങ്കെടുത്തത്, ലിസ്റ്റ് കൊടുത്ത ജനപ്രതിനിധികളാണ്. അത് ഈരാറ്റുപേട്ട നടന്ന ആദ്യ സർവകക്ഷി യോഗത്തിൽ അരുവിത്തറപ്പള്ളി വികാരി അടക്കം പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ കേരള കോൺഗ്രസ് മാണിയുടെ അടക്കം ഇതൊക്കെ നമുക്ക് ലഭ്യമാണ്. നമ്മൾ എത്ര നുണ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഓൺലൈനിലുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഏറിലുണ്ട്, നമ്മളത് പരിശോധിച്ചാൽ മതിയാവും. അപ്പം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ളത്തേക്കാണ് കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കാനുള്ളൂ. ഈ യോഗങ്ങളിലെല്ലാം ഉണ്ട്, നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഒരു ക്ലാസ്സിൽപ്പെട്ട കുട്ടികളാണ്. PC ലിസ്റ്റിൽ 28, 29 എന്നൊക്കെ പറയുന്ന വീഡിയോകളും ലഭ്യമാണ്. അപ്പം ഇങ്ങനെ ചില ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റ് മാത്രം വിശ്വസിക്കുകയും പോലീസ് കഴിഞ്ഞ മാസം പങ്കെടുത്ത യോഗത്തിൽ അതിന്റെ തിരുത്തലുണ്ടായിട്ടുണ്ട്. നവാസിനകത്ത് പങ്കെടുത്തു. നിലവിലെ നമ്മളെ ഇപ്പം സുഹൃത്ത് ചോദിച്ച ആ വിഷയത്തില് മുസ്ലിം കുട്ടികൾ എന്നതിനപ്പുറത്തേക്ക് STP വിഷയത്തിൽ ഉന്നയിക്കുന്നത് 27 വിദ്യാർത്ഥികൾ. ആ 27 വിദ്യാർത്ഥികളിൽ 10 വിദ്യാർത്ഥികൾ 17 വയസ്സുള്ളവരാണ്. അതിൽ 17 വിദ്യാർത്ഥികൾ 18 വയസ്സുള്ളവരാണ്. 3 വിദ്യാർത്ഥികൾ 18 വയസ്സും 2 മാസവും പ്രായമാണ്. ഏറ്റവും കൂടിയ പ്രായം അതാണ്. അപ്പൊ ഈ വിദ്യാർത്ഥികളാണ് ഈ പള്ളിയിൽ കയറിയത്. നിലവിലെ അത് ഈ കെട്ട കാലത്ത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് നിലവിലെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം അങ്ങനെ ഒരു സംഭവം നടന്നതാണ്. അതിന് നമ്മൾ ഒരിക്കലും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് 17 വയസ്സ് 18 വയസ്സായ നമ്മുടെ നാട്ടിൽ വോട്ടവകാശമുണ്ട്. അത് കുട്ടികളെന്ന് പറയാൻ പറ്റില്ല. അല്ല, അതിനെ ഈ വിഷയത്തെ ഇപ്പൊ നിലവില് സാധാരണ നമ്മളുടെ മക്കള് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാല് ജനപ്രതിനിധികള് ഇപ്പൊ നിലവിൽ അവിടുത്തെ MLA, MP ഇവരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തെ ഒരു മുസ്ലിം കുട്ടികൾ എന്ന് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് തെറ്റ്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ആ കുട്ടികൾ ചെയ്ത വിഷയം വളരെ തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്, അത് വിലക്കണം, ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അത് ആദ്യത്തെ സമയത്ത് ഇവിടുത്തെ MLA-യും MP ഒക്കെ ആ വിഷയത്തിൽ ഇടപെട്ട ഒരു രീതിയാണ് ഇതിൽ ഇത്രയും പ്രശ്നത്തിലേക്ക് പോയത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ ഒരു വിഷയം ഇങ്ങനെ ആയിരുന്നില്ല പരിഗണിക്കുന്നത്. അത് ഇവർക്ക് തന്നെ തോന്നി അത് തെറ്റായി പോയിരുന്നു. അത് തുടക്കത്തിൽ അത് തെറ്റായി പോയെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് 29-ാം തീയതി കളക്ടറുടെ അധ്യക്ഷതയിൽ കോട്ടയം കളക്ടറേറ്റിൽ യോഗം വിളിച്ചത്.
ആ യോഗത്തിൽ ഈ കോട്ടയം ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രി വാസവൻ പങ്കെടുത്തു, പിന്നെ MP ആന്റോ ആന്റണി പങ്കെടുത്തു, MLA കുളത്തിങ്കൽ പങ്കെടുത്തു, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പങ്കെടുത്തു, അവിടുത്തെ രണ്ട് അച്ഛന്മാർ ഈരാറ്റുപേട്ടയിലെ 2 അച്ഛന്മാർ പങ്കെടുത്തു, ഈ 27 പേരൻസും പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ചിട്ട് വളരെ കൃത്യമായി ഈ അച്ഛൻ പറയുന്നുണ്ട്, നിലവില് 307 അതായത് വധശ്രമത്തിന് കേസെടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇത് രാഷ്ട്രീയക്കാരാണ് ഇത്ര വഷളാക്കിയതെന്ന് കൃത്യമായി അച്ഛൻ പറയുന്നത്. ഒരു MP അതായത് നമ്മുടെ ആന്റോ ആന്റണി ആ ചർച്ചയിൽ പറയുന്നു, എന്റെ കയ്യിൽ ഈരാറ്റുപേട്ടയിൽ ഒരു ജില്ലാ കാര്യവാഹം ഒന്ന് പിടിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. ഇതിനെയാണ് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അവിടെ അവസാനിച്ചു. അവിടെ CEO-യോട് കൃത്യമായി നമ്മുടെ മന്ത്രി ചോദിക്കുന്നുണ്ട്, ഈ 307 വകുപ്പിട്ടത് ആരാണ്? അപ്പൊ അദ്ദേഹം പിന്നെ DSP പറയുന്നു CA ആണ്. എന്താണ് സാഹചര്യം? അതിന് അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു. അത് മറുപടി ഇല്ലാതിരുന്നപ്പോൾ മന്ത്രി അവിടെ വെച്ച് ഓടിടുന്നത് DSP-യെയും CA-യെയും മാറ്റിക്കൊണ്ട് SP-യുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തെ പറ്റി അന്വേഷിക്കണം, അന്വേഷിച്ച് ഈ അന്വേഷണം കളക്ടർക്ക് കൊടുക്കണം. അതിനുശേഷം കളക്ടർ പേരൻസിനെ നേരിട്ട് വിളിച്ച് ഈ വിഷയം പറയണമെന്ന് ഈ മന്ത്രി അവിടെ നിർദ്ദേശം കൊടുത്തിട്ട് പോയതാണ്. അവർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതിനു ശേഷം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് പറയാനുണ്ടായ കാരണം ഒരു മതവിഭാഗത്തെ മാത്രമാണ് ഈ തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള പരാമർശം വന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞ മറുപടി തെമ്മാടിത്തരമാണ്. ഞാൻ 27 വിദ്യാർത്ഥികൾ കാണിച്ചത് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു മുസ്ലിം ദേവാലയത്തിന്റെ പരിസരത്ത് വന്ന് ഏതെങ്കിലും കുറെ കുട്ടികൾ വന്ന് ബഹളം വെക്കുന്നു. ആ ബഹളം വയ്ക്കുമ്പോൾ ആ പള്ളിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇറങ്ങി വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പുരോഹിതനാവട്ടെ ആരോ പറയുമ്പോൾ അതനുസരിച്ച് അവിടെ നിന്ന് പോവുകയാണോ ചെയ്യേണ്ടത്? ആ പുരോഹിതന് നേരെ ആ വിദ്യാർത്ഥികൾ തട്ടിക്കയറുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെല്ലുകയും ചെയ്താൽ ഈ വിഷയത്തെ എങ്ങനെ മറുവിഭാഗം കൈകാര്യം? സുഹൃത്തെ, നിലവിൽ ഈ വിഷയവുമായി കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിനൊപ്പം നിന്നൊരു വ്യക്തിയാണ്. നിലവിൽ അവിടെ ഉണ്ടായ സംഭവം 12:40 ഈ പറയുന്ന കുട്ടികൾ അവിടെ പ്രവേശിച്ചു. ഈ 2 മിനിറ്റാണ് ഈ വിദ്യാർത്ഥികൾ അതിനകത്ത് പ്രവേശിച്ചത്. നിലവില് ഒരു ട്രൗസറും ഇട്ട് ഒരു അച്ഛൻ അവിടെ പുറത്തുണ്ടായിരുന്നു. ഈ അച്ഛൻ അവർ പുറത്തു പോകാൻ പറയുന്നതിന് ഒപ്പം തന്നെ ഗേറ്റ് അടച്ച്, ഒരു ഭാഗത്തു നിന്ന് മറ്റു സ്ഥലത്തു നിന്ന് വേറെ ഒരു വ്യക്തിയും ഗേറ്റ് അടച്ച്. 2 ഗേറ്റാണ് പറയട്ടെ, 2 ഗേറ്റാണ് ഉണ്ടായിരുന്നത്. ഈ 2 ഗേറ്റ് ഒരേ സമയത്ത് അടയ്ക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ അവിടുന്ന് പുറത്തു പോകാനുള്ള ഒരു വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണ് ക്ലാസ് തട്ടി ഒരു അച്ഛന്റെ കൈക്ക് ക്ലാസ് തട്ടുന്നത്. ഈ വിഷയത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ 27 വിദ്യാർത്ഥികൾ നിലവില് അവിടെ ഈ 2 ഗേറ്റും അടയ്ക്കുന്നു. ഈ 27 വിദ്യാർത്ഥികൾ അവിടെ പെടുന്നു. എന്താകും സാഹചര്യം? രണ്ടാമത് വിഷയങ്ങളുണ്ട് പറയാനുള്ളത്. നിലവില് ഈ 12:40 ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. 1:30 ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഈ പള്ളി കോമ്പൗണ്ടിൽ വരുന്നു വിഷയം അന്വേഷിക്കാൻ. മാരകമായി ആക്രമിക്കപ്പെട്ടു. ഈ വിശ്വാസികൾ മാരകമായി ആ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കപ്പെട്ടു. അതിൽ കേസെടുത്തിട്ടുണ്ട്. അല്ല, അന്നേരം പോലീസ് ജീപ്പിൽ ഇദ്ദേഹത്തെ കയറ്റുമ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിന് മുന്നേ നിങ്ങൾ പറയുന്ന ഗേറ്റ് അടയ്ക്കുന്നതിന് മുന്നേ ചില സംഭവ വികാസങ്ങളാണ് ഉണ്ടായി. ആ സംഭവ വികാസങ്ങളാണ് ഈ പ്രശ്നത്തെ വഷളാക്കിയത്. വേറെ ഇതിനോട് കൂട്ടി ചോദിക്കാൻ വേറൊരു കാര്യം കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പൊ അന്ന് ആ സമയത്ത് വർഗീയ മുതലെടുപ്പിന് വേണ്ടി പല ആളുകളും പരിശ്രമിച്ചു. അവർ ഈരാറ്റുപേട്ടയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുന്നു. ഈരാറ്റുപേട്ടയിലേക്ക് അവർ മാർച്ച് നടത്തുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സ്ഥാപനത്തിനോ നേരെയോ കല്ലെറിയുന്നു. ആ പ്രശ്നം കുറെ കൂടി കലുഷിതമാവാൻ ഉപയോഗിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നേരം പോലീസ് കേസെടുക്കുന്നു. പിന്നീട് പോലീസ് ഈ വിഷയം തിരുത്താൻ തയ്യാറാവും. ഇതുപോലെ തന്നെ സമാനമായ സാഹചര്യം ഞങ്ങൾ ഉൾപ്പെടെ പല ആളുകളും ഈ എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ടീച്ചറിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീച്ചർ ബാക്കി വന്ന ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്ത് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും അവിടെ പല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു. അപ്പം ആ ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തേക്കാന്ന് കരുതി ആ സാറ് കുട്ടികൾക്ക് കൊടുത്തു. പിള്ളേരെ കഴിക്കാന്നുള്ളത് കഴിച്ചു. പന്നിയിറച്ചി ഉൾപ്പെടെ കൊടുത്തു. പിറ്റേ ദിവസം പ്രദർശിപ്പിക്കപ്പെടുന്നത് മുസ്ലിം കുട്ടികൾക്ക് പന്നിയിറച്ചി വിളമ്പിയെന്നായിരുന്നു. നാടിന്റെ പല പ്രദേശത്തു നിന്നും ആൾക്കാർ സെന്റ് തോമസ് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സ്കൂൾ അടിച്ചു തീർത്തു. ആ അധ്യാപകൻ നിരപരാധിയാണ്. 22 ദിവസക്കാലം അധ്യാപകൻ പുറത്തു നിൽക്കേണ്ടത്.
അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ അവർ നിരപരാധിയായ അധ്യാപകരെ മാനേജ്മെന്റ് നടപടിയെടുത്തു. അദ്ദേഹത്തെ സർവീസിനെ പോലും ബാധിച്ചു. SDPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. എന്റെ നാട്ടില ഞാൻ അന്നും വാർത്ത കൊടുത്തില്ല, ഇന്നും വാർത്ത കൊടുത്തില്ല. കാരണം ഇത്തരത്തിൽ ആര് നടത്തിയാലും അത് ശരിയല്ല എന്നുള്ളത്. ഈ വിഷയത്തില് ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞ വിഷയവും ഈ വിഷയത്തിലും നിലവിലെ SDPI ഉന്നയിക്കപ്പെടുന്ന വിഷയം ഇത് നിലവിലെ പള്ളിയിലെ അച്ഛനെ അവിടെ പള്ളി കോമ്പൗണ്ടിൽ കയറിയ രീതി ശരിയാണെന്നല്ല പറയുന്നത്, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിലെടുത്ത നിലപാട് നിലവിൽ ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വർത്തമാനങ്ങൾ അത് നിലവിൽ ഒരു വോട്ട് ബാങ്ക് മാത്രം നോക്കിക്കൊണ്ടാണ്. അല്ലല്ല, ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് CH അസീബ് ഈരാറ്റുപേട്ടയിലെ ഈ വിഷയത്തില് പ്രസ് മീറ്റ് വിളിച്ചു. ഈ വിഷയം തെറ്റായിപ്പോയെന്ന് അന്ന് പറഞ്ഞതാ, ആ വിഷയം നടക്കുമ്പോൾ പറഞ്ഞതാ. ഇപ്പോഴും നിലവിൽ അത് ശരിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ച ഞങ്ങളുടെ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വിളിച്ച മീറ്റിംഗിൽ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അവിടെ 27 വിദ്യാർത്ഥികൾ ആ കോമ്പൗണ്ടിൽ കയറി തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, ഇപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ട് വരുന്നേ സനോജ് ചോദിച്ചോണ്ട് വരുന്നത് അവർക്ക് പ്രീനോത്സവം കൊടുക്കണമെന്നാണോ? അല്ലല്ല, അത് ആ സംഭവം അന്നേരത്തെ സമയത്ത് ആ കേസെടുത്തു. അത് തിരുത്താൻ പോലീസ് തയ്യാറായി. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയുള്ള സൗകര്യം അല്ല, ഈ ആ സമയത്ത് എടുത്തു എന്നുള്ളതുകൊണ്ട് കേസ് തീരുന്നു. പ്രീനോത്സവം എടുക്കുക, ഒരാഴ്ച 10 ദിവസത്തോളം റിമാൻഡ് കിടക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ അല്ല, വളരെ നിസ്സാരമാണ്. നമുക്ക് ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞെടുത്ത് അറസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇപ്പൊ ഈ നിങ്ങൾ ഇവിടെ പ്രശ്നിച്ച് വന്നിരിക്കാൻ വരെ കാരണം ഈ ഒരു സംഭവം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയാണല്ലോ, നമ്മളൊക്കെ ജനിച്ചത് പോലും അങ്ങനെയാണല്ലോ. 17 വയസ്സുള്ള ആള് കുട്ടിയാണെന്ന് പറയണം. കാരണം 12ാമത്തെ വയസ്സാണ്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് തർക്കത്തിനില്ലല്ലോ. 15 വയസ്സുള്ളവരെ നമുക്ക് മച്ചുറായിട്ട് കണക്കാക്കാം. അതന്നെ, വെറ്റിനറി കോളേജ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രം മൈനറാണെന്ന് നമുക്ക് പറയാം. ഒരു പ്രശ്നം ഒരു ഇത് വീട് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും എല്ലാം കത്തിക്കാം. ഞാൻ ചോദിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു നാട് ഭരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ കൗണ്ടർ ചെയ്തോണ്ടിരുന്ന എങ്ങനെ നമ്മളത് ഒഴിവാക്കുന്നത് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റാതെ അല്ല, അതെടുക്കാനൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരല്ലേ ഇവിടെ ഉള്ളേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല, കാസയുടെ ഒക്കെ ഓൺലൈനിൽ ഇപ്പോഴും വീഡിയോകൾ നിലനിൽക്കുകയാണ്. ഒരുപാട് പേരുടെ അപക്വമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ക്രിസ്തീയത എന്ന് പറയുന്നത്, ഞാനൊരു ക്രിസ്തീയ മതവിശ്വാസിയാണ്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കാണുന്നയാളാണ്. എനിക്കിപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ മനസ്സ് തോന്നാത്ത രീതിയിലുള്ള വെറുപ്പാണ് ഈ പുരോഹിതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ ഭൂരിഭാഗം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും വലിയൊരു വിഭാഗം അത്തരത്തിലാണ്. ഇവരേത് ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നതെന്നൊക്കെ നമുക്ക് വലിയ പ്രശ്നം തോന്നാറുണ്ട്. അപ്പൊ അത്തരത്തില് വെറുപ്പിന്റെ വലിയ പ്രചാരം ഉണ്ടാകുന്നുണ്ട് നാട്ടിൽ. അത് നമ്മൾ തിരിച്ചറിയും. ഇപ്പൊ സംഭവിച്ചു പോയി, ഒരു സംഭവം ഉണ്ടായിപ്പോയി. അതിനെ ആരും ഓൺ ചെയ്യുന്നില്ല. അവർ നിരപരാധികളാണ്, അവരെ പെടുത്തിയതാണ് എന്നൊന്നും ആരും പറയുന്നില്ല. നമ്മൾ ഈ പ്രശ്നം ഇപ്പോൾ പത്രസമ്മേളനം നടത്തുമ്പോൾ കുട്ടികൾ ചെയ്തത് പ്രധാനപ്പെട്ട ഒരു തെറ്റ് തന്നെയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുക. ഇപ്പോഴും പറയുന്നത് ഗേറ്റ് പൂട്ടിയെന്നൊക്കെ പറയുമ്പോഴും അതിനിടയ്ക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ആരാധനാലയത്തിന്റെ ഒരു ഗ്രൗണ്ടിൽ കയറിയിട്ട് ഒരു വൈദികൻ ട്രൗസർ ഇട്ട് വന്നു എന്ന് പറയുന്നത്. ട്രൗസർ ആയിക്കോട്ടെ, ആ പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി എന്തോ ആയിക്കോട്ടെ, അവരുടെ അണ്ടറിൽ കയറി പറയുമ്പോൾ അത് ഇറങ്ങി പോകണം, ഇവിടെ പാടില്ല എന്ന് പറയുമ്പോൾ അത് എന്താ സോറി ഞങ്ങൾ ഇറങ്ങിയേക്കാൻ പറഞ്ഞു. അത് അവരോട് തട്ടിക്കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഇതിന്റെ വിഷയത്തെ. അതെ സനോജ്, നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഈ 307 ആണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഇതിനകത്ത് അത് മാത്രമേ വകുപ്പുള്ളൂ എന്ന് വരുന്നതാണ് ഒരു പ്രശ്നം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇനി 307 മാത്രമേ പ്രയോഗിക്കാനുള്ളൂ. അതിനുവേണ്ടി അവിടെ കൂടിയ ആളുകളുടെ ഒക്കെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഒരു ഒരു രീതി നമ്മുടെ നാടിൽ നല്ലതല്ല. നമ്മുടെ നാട്ടില് മുസ്ലിം ആയാലും ഇപ്പൊ ഞാൻ പറയും പള്ളിക്കൂടം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കുന്ന ആരാ? ഈ നമ്മുടെ തൊട്ടടുത്ത് മാന്നാനത്താണ്, ചവറ കുര്യാക്കോസ് ഇലിയാസത്തിലാണ്. പള്ളിക്കൂടമാണ്. പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ സനോജ് പഠിച്ച സ്കൂളും ഞാൻ പഠിച്ച കോളേജും തൊട്ടടുത്ത് ആരാധനാലയം. നമ്മളൊക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഭാഗമാണ്, കരിക്കുലത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പള്ളികളിലേക്ക് കടന്നത്. അവിടെ നിന്ന് ഒരു വിവേചനത്തിന് അന്തരീക്ഷമില്ല. പക്ഷെ ഇപ്പൊ ഈ
പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നാട് വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അത് തണുപ്പിക്കാനാണ്, അതിനെ ഒഴിവാക്കിയെടുക്കാനാണ്, അത്തരം മോശമായ ചർച്ചകൾ ഒഴിവാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വമാണ് കേരളത്തിൽ. ആഭ്യന്തര വകുപ്പ് തന്നെയാണല്ലോ ആ പ്രശ്നം തിരുത്താൻ 307 വകുപ്പ് എടുത്തത്, അത് തിരുത്താൻ തീരുമാനിച്ചു. അല്ല നമ്മൾ അതെ അതിന്റെ ആവശ്യം പറഞ്ഞപ്പോൾ അതല്ല. ഇന്നത്തെ വിഷയം നിങ്ങൾ കാണുന്നത്, ഇന്നത്തെ പ്രശ്നം എന്താണ്? ഒരു മതവിഭാഗത്തെ മാത്രം തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തുവെന്ന് നമ്മുടെ ചർച്ച മടവൂര് പുരോഗതിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിളിച്ച് യോഗത്തിൽ പറയുന്നു. അപ്പോൾ അന്നേരമാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംഘടിതമായി വിദ്യാർത്ഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളായിക്കോട്ടെ അവരെ അറസ്റ്റ് ചെയ്യാതെ വേറെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഇവിടെ അറസ്റ്റ് ചെയ്യണം. അത് ശരിയാണ്. ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ലേ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടത്. അതിനകത്ത് ചാർജ് ചെയ്ത കുറ്റം ചാർജ് ചുമത്തി തെറ്റാണ്, സമ്മതിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് വേറെ ആളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വേറെ ആളെന്നല്ല, അതിനകത്തുണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കിയിട്ട് ഒരു വിഭാഗത്തിലേക്ക് മാത്രം പോയി എന്നുള്ളതാണ്. അല്ല, ഇതൊക്കെ നമുക്ക് തെളിവുകളുള്ള കാര്യമാണ്. ഇല്ല, കേരളത്തിന്റെ മതേതര സമൂഹം ഇതൊക്കെ പഠിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്മള് ഇത്തരം വിവേചനത്തിലൂടെയൊക്കെ പോകുന്നത് സരോജിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ CPM വിടുന്നത് പന്തീരാഗ UAP കേസിന്റെ പേരിലാണ്. സരോജിന് ഞങ്ങൾക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അന്ന് തൊട്ട് കേരളത്തില് കരുണാകരൻ പോലും രാജൻ കൊലക്കേസിന്റെ കാലത്ത് പോലും കരുണാകരൻ പോലും വ്യക്തിപരമായിട്ട് ഒരാളുടെ നേരെ വിരൽ ചൂണ്ടിട്ടില്ല. രാജൻ കൊല്ലപ്പെടേണ്ടവനാണെന്നോ ശിക്ഷിക്കപ്പെടേണ്ടവനാണെന്നോ കരുണാകരൻ പോലും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ആ പാത ഇപ്പോഴും പിന്തുടരുകയാണ്. കേരളത്തിന് വലിയ ദോഷം ചെയ്യുന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം അല്ലെങ്കിൽ ഒരു സൗഹാർദ്ദമുള്ള ഒരു അന്തരീക്ഷത്തെ തകർക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങൾക്ക് വലിയ ആക്കം കൂട്ടുന്ന നടപടികളാണ് ഇത്തരത്തിൽ ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന CPM ഇടപെട്ട് തിരുത്തിയാൽ മതി. പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് നിലവിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഒരു സാഹചര്യം അതാണ്. നിലവിൽ ഇന്ന് ഈ വിഷയം വളരെ മാന്യമായിട്ടാണ് നമ്മുടെ കോട്ടയം ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രി ഇടപെട്ട് ആ വിഷയം പരിഹരിച്ചത്. അതിൽ വീഴ്ച പറ്റിയെന്ന് അവിടെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. CA എടുത്ത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ആരാണ് ഈ 307 വകുപ്പിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛന്റെ പരിക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിലവിലെ അന്നേരം ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർ പറയുന്നുണ്ട് നിലവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന്. അത് മാത്രമല്ല 5 പേരെന്നാണ് ആദ്യം അച്ഛൻ കൊടുത്ത മൊഴിയിൽ പറയുന്നത്. പോലീസ് കുറ്റപത്രത്തിൽ 27 പേരുടെ പേര് പറയുമ്പോൾ ആയുധങ്ങളുമായി പള്ളി കോമ്പൗണ്ടിൽ കയറുകയും കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. 307 ശിക്ഷിക്കപ്പെട്ടാൽ എവിടെ വരെ എത്തുമെന്ന് മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു വിദ്യാർത്ഥികളുടെ ഭാവി അവിടെ ഈ വിദ്യാർത്ഥികൾ 27 വിദ്യാർത്ഥികളെ രാത്രി ഒരു 12 മണി ഒരു മണിക്കൊക്കെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. സാഹചര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിന്റെ അന്നത്തെ സാഹചര്യം നിലവില് കരഞ്ഞുകൊണ്ടാണ് അവർ ഓരോരുത്തരും ആ ദിവസങ്ങൾ കടന്നുകൂടിയത്. നിലവിൽ 6-7 ദിവസം ഇവര് റിമാൻഡിൽ കിടന്നു. പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങൾ പോലും അവർക്കുണ്ടായിരുന്നില്ല. അന്നത്തെ പരീക്ഷ അവർ എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയ വിഷയത്തെ ഇത്ര ഗൗരവമായി എടുക്കുകയും 307 ഉൾപ്പെടെ വകുപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിലില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്ര ഗൗരവമായ വിഷയത്തിൽ ഇടപെടേണ്ട വിഷയം പോലും ഇല്ല. ഒരു വാർഡ് മെമ്പറോ മുനിസിപ്പൽ ചെയർപേഴ്സണോ ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിലവിൽ അവർ കയറിയ തെറ്റ് തന്നെയാണ്, ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഈ കോട്ടയത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് താഴത്തങ്ങാടി. വിദേശത്ത് നിന്ന് പോലും ആൾക്കാർ നമസ്കാരത്തിന്റെ സമയത്ത് പോലും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പലരും അതിനകത്ത് ഇപ്പൊ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊന്നുമല്ല, പലരും ഞാൻ ആ പ്രദേശത്തുകാരനാണ്. നിലവിലെ അതിനെയൊക്കെ ഇന്നത്തെ കാലത്ത് ഈ കെട്ട കാലത്ത് അതൊക്കെ പാടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോ വിലയിരുത്തപ്പെടുന്നത്. ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും ഹിന്ദു അമ്പലങ്ങളിലും ഒക്കെ നമുക്ക് കയറി ചെല്ലാമെന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് PC ജോർജും ഗാസയും എല്ലാം കൂടി അതൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞു. അതിനെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിനൊപ്പം നിൽക്കരുത്. അതാണ് ഞങ്ങളുടെ വാദം. അത് അല്ലാതെ ഈ കുട്ടികൾ കയറിയത് ശരിയാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
എൻ്റെ സുഹൃത്ത് സനോജ് ചോദിച്ചതേ, അതായത് അവിടെ ചെന്നത് ശരിയല്ല, വലിയൊരു അപരാധമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അവിടെ ഇതിനു വേണ്ടി പോയതല്ല, ഒരിക്കലും. അതായത് അവിടെ എല്ലാ കുട്ടികളും അവിടുത്തെ ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ കാഴ്ച സംബന്ധമായ വിഷയങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് ഇവരടക്കം കയറിറങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ആ കുട്ടികൾ പോയത്. അന്നാണ് അവിടെ ഇൻസിഡന്റ് സംഭവിച്ചത്. അത് സംഭവിക്കാൻ പാടില്ലാത്ത ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനെ പർവ്വതീകരിച്ചതും ഒക്കെ വലിയൊരു ഇത് തന്നെയാണ്. അല്ലാതെ പിന്നെ സുഹൃത്ത് ചോദിച്ച പോലെ അവിടെ ചെന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോ എന്തിനോ വേണ്ടി അവിടെ ചെന്നു എന്നൊരു ചോദ്യത്തിനകത്ത് വരുന്നു. അങ്ങനല്ല, അവരവിടെ കുട്ടികൾ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്ഥിരമായിട്ട് ചെല്ലുന്ന പ്രദേശമാണ്. എന്നത് തെറ്റില്ല. അവിടെ ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറയുന്നു, അതിന് നിസ്സാരമില്ല അദ്ദേഹത്തെ തട്ടിക്കയറാനും അവിടെ ഗ്രൗണ്ടിൽ കയറി ഫണ്ട് റേസ് ചെയ്യുകയും ഒച്ച അവിടെ പറയാം. ഇപ്പം ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിഷപ്പ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് നടന്ന സ്ഥലമാണ് ഏർപ്പാട്. അതിനുശേഷം ഈ സമുദായങ്ങൾ തമ്മിലുണ്ടായ മാനസികമായ അകൽച്ച, അതിനുശേഷം ഉണ്ടായ വാട്സാപ്പിൽ നമ്മളിതൊക്കെ യോഗ്യതകളല്ലേ ആ സമുദായത്തിൽപ്പെട്ട ആളായത്. അപ്പം അങ്ങനെ ഒക്കെ നടക്കുന്ന ഒരു നാട്ടിലാണ് ഇങ്ങനെയും സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാ വിഭാഗങ്ങളും ഇത്തരം കാര്യങ്ങളെ വളരെ സമർത്ഥമായ രീതിയിൽ മുതലെടുക്കാൻ ബിഷപ്പിന്റെ പ്രസ്താവനയും അവിടെ ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. അല്ല, ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ആ പ്രസ്താവനയാണ് ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നു, അനാവശ്യമായ രീതിയിൽ ബിഷപ്പിനെ തെരുവിളിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. അത് രണ്ട് സമുദായങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഓരോ സമുദായങ്ങൾക്ക് നിലയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ വിഷയങ്ങളെ ഇത്തരത്തിൽ തീ കോരിയിട്ട് കത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സംഭവം. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കും. അതോടൊപ്പം തന്നെ അവിടെ ആത്മസംയമനം പാലിക്കേണ്ടതും ഇടപെടുകയും ചെയ്യേണ്ട ജനപ്രതിനിധികളും പോലീസും ഇവിടെ വഴങ്ങി എന്നുള്ളത് ഞാനിതിന്റെ ആദ്യം ഞങ്ങള് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരാരും ഈ സംഭവം വാർത്ത കൊടുത്തില്ല. ആരുടെയും മുസ്ലിം കുട്ടികളുടെ പേര് കൊടുത്തു. ഞാൻ ഈ നിമിഷം വരെ സർവകക്ഷി നടന്നപ്പോഴാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും വാർത്ത കൊടുത്തു. അപ്പൊ ആരും ഈ പേര് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന തരത്തിലൊന്നും ആരും പറഞ്ഞില്ല. കാരണം ഈ വിഷയം ഇതിനെ വേറെ തരത്തിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതായിരുന്നു ഇവിടുത്തെ എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകരും എടുത്ത തീരുമാനം. ഇഷ്ടപ്പെട്ട ഓൺലൈൻ സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന വാർത്ത അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടാലും നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ഈ കുട്ടികളെ ചെയ്തത് നിസ്സാരമായെന്ന് വെച്ച് അപരാധമാണെന്നത്. പക്ഷെ കുട്ടികൾ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം അതൊരു ഹൈന്ദവ മതത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ വേറെ തരത്തിലേക്ക് കൊണ്ടുപോയി മുസ്ലിം സമുദായത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഹൈന്ദവ മതത്തിൽപ്പെട്ട. അപ്പം അതിനകത്ത് പറയുന്ന ഈശ്വരൊക്കെ ഉന്നയിച്ച ആരോപണം എഴുതി എണ്ണ ഒഴിക്കുന്നത് പോലെ അദ്ദേഹം പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിൽ മതത്തിലൊക്കെ നേതാവിന്റെ മോനുണ്ടായിരുന്നൊക്കെ പറഞ്ഞത് വിഷയത്തെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പം ഒരു സർസംഘചാലകന്റെ മോന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മുസ്ലിം ദേവാലയത്തിന്റെ മുന്നിൽ വന്ന് ഷോ കാണിച്ചിട്ട് ഈ വിഷയം ഇതുപോലെ തന്നെ മറുവിഭാഗത്തിൽ നിന്നും എതിർപ്പുണ്ടായ വലിയ സംഭവമായി മാറും. അത് നമ്മള് എല്ലാവരും ഇതിനകത്ത് ജാഗ്രത പാലിക്കണമെന്നാണ്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇതിന് വിപരീതമായ സംഭവങ്ങൾ അവിടെ പള്ളിയിലെ അന്വേഷിച്ചു വരുത്തുന്ന കുളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് എഴുന്നേറ്റ് പോയ സംഭവങ്ങൾ വളരെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരും അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരോ ഒരുമിച്ചിരുന്നുകൊണ്ട് അതിൻ്റെതായ തലത്തിൽ കണ്ട് പറഞ്ഞു വിട്ടൊരു സാമൂഹ്യ അന്തരീക്ഷമുള്ള ഒരു മതസൗഹാർദ്ദ നാടാണ്. അവിടെയാണ് ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ആ ഒരു അർത്ഥത്തിലും കൂടെ അതിനെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളും അവിടെ ഈ സമയത്തൊക്കെ പലരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുതലെടുക്കാനുള്ള ആളുകളുണ്ടെന്നുള്ള ഇതിനകത്ത് ആദ്യത്തെ ഒരു സർവകക്ഷി യോഗം ചെയ്തത് ആ അരുവത്തറപ്പള്ളി വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ളത് അത് മുഴുവൻ നമുക്ക് ലഭ്യമാണ്. അതിനകത്ത് ആളുകൾ സംസാരിക്കുന്നുണ്ട്. വളരെ സൗഹാർദ്ദമായിട്ട് തീർന്ന ഒരു വിഷയമാണ് അതിലേക്ക് സംസാരിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നു പോകേണ്ട ഒരു വിഷയമാണ്. അതിനുശേഷം എത്രയോ വെറുപ്പിന്റെ ഓൺലൈൻ വീഡിയോകളാണ് വന്നത് ഓരോ ദിവസവും. അല്ല, അതിനെപ്പറ്റി ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവും, നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിംഗിൾ കേസ് നിങ്ങളുടെ അറിവുണ്ടോ? അതുകൊണ്ടുണ്ട്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. രണ്ടുപേരെ കൂടുതൽ സൈറ്റുകൾ നിരീക്ഷണത്തിലാണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വന്നാൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, രണ്ടുപേർക്കും കേസെടുത്തിട്ടുണ്ട്. അത് അന്ന് തന്നെ വന്നായിരുന്നത്. ആ പിള്ളേരുടെ അറസ്റ്റ് വന്ന അന്ന് രാത്രി തന്നെ അവർ റിലീസ്. അതിനുശേഷം തുടർച്ചയായിട്ടുണ്ട്.
അതാണെങ്കിലും നാടിന്റെ സൗഹാർദ്ദം അന്തരീക്ഷങ്ങൾ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിലവില് പിന്നെ ഇത്തരം ഇൻസിഡന്റുകൾ നമ്മുടെ മക്കളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴും ഇതിനെ ആ അർത്ഥത്തിൽ എന്റേന്നുള്ളതല്ല, നിങ്ങളുടെ ആരുടെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം മോശമാണ്. അത് വേറെ തരത്തിലേക്ക് എത്താതെ അതിന് നമ്മളിപ്പോ മുന്നിൽ കാണുന്ന ജനപ്രതിനിധികളാണ്. അവര് ഇതിലേക്ക് വശംവദരാകാതെ ഇത് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അവസാനിപ്പിക്കലാണ് നല്ലതെന്നുള്ള സന്ദേശമാണ് നമുക്ക് പറയുവാനുള്ളത്. അതല്ലാതെ ഇത്തരം പ്രവൃത്തികൾ ഇത് നമുക്ക് സമൂഹത്തിന് ഒരു നെഗറ്റീവ് സന്ദേശം മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് നമുക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. പിന്നെ നിങ്ങളും വളരെ ജാഗ്രതയോടെ ഈ ന്യൂസ് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ജാഗ്രത തുടരട്ടെ. നമ്മുടെ നാട് സൗഹാർദ്ദത്തിൻ്റെതായിട്ട് തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു.